വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. അപ്പോൾ നമുക്ക് ഇന്ന് ഫാബ്രിക് ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കാം. ഇതിനു വേണ്ടി നമുക്ക് സിൽക്ക് അല്ലെങ്കിൽ കോട്ടൺ സിൽക്ക് അല്ലെങ്കിൽ പോളിസ്റ്റർ ഇതുപോലുള്ള ടൈപ്പിലെ ഫാബ്രിക്സ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഫ്ലവർ നമുക്ക് തലയിൽ വെക്കാൻ വേണ്ടി ഹെയർ ബാൻഡിലോ ഹെയർ ക്ലിപ്സിലൊക്കെ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹോം ഡെക്കറേഷൻസിന് വേണ്ടിയും കുഞ്ഞുങ്ങളുടെ ഉടുപ്പിൽ തുന്നി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ഫ്ലവർ വാസിനകത്ത് ഫ്ലവേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാനൊക്കെ ഒരുപാട് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഞാൻ ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന ഏകദേശം ഒരു പോളിസ്റ്റർ പ്ലസ് സിൽക്ക് ഒരു ഫാബ്രിക്കാണ്. ഞാനിത് ഇവിടെ നിന്ന് വാങ്ങിയ ഒരു ഫാബ്രിക്കാണ്. നമ്മുടെ പഴയ തുണികളൊന്നും ഇനി നമ്മൾ കളയണ്ട. ഇതുപോലെ വരുന്ന ഫാബ്രിക്സ് നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസ് ആക്കി മാറ്റാം കേട്ടോ. ഇതിനുവേണ്ടി നമുക്ക് 5 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് നമുക്കിതിനെ ഇതുപോലെ മടക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്കൊന്ന് എതളിൻ്റെ ഷേപ്പിൽ അല്ലെ പെറ്റൽസിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വെട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം കണ്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കാം. ഇതാ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ വെട്ടി വെച്ചേക്കുന്ന ഈ പെറ്റൽസിനെ നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉരുകി പോകാൻ നോക്കണം കേട്ടോ. നമ്മുടെ ഇരിക്കുന്ന ആ പെറ്റൽസ് എബൌട്ട് ഒരു 25 പെറ്റൽസ് ഉണ്ട്. അത്രയും പെറ്റൽസ് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഉരുക്കി കൊടുക്കുക. അപ്പോൾ അറ്റമൊക്കെ ഒന്ന് ചെറുതായിട്ട് വളഞ്ഞും ഇത് നല്ലൊരു ഷേപ്പിലേക്ക് വരും. അപ്പോൾ നമ്മൾ പെറ്റൽസുകളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ഇതിനെ ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ ഉണ്ടാക്കിയ പോലെ തന്നെ നമ്മളിപ്പോൾ അടുത്ത രണ്ടാമത്തെ ലെയർ ഇതേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ സ്റ്റെപ്പ് തന്നെ, പക്ഷെ നമ്മൾ പെറ്റൽസിനെ നമ്മൾ ഇതുപോലെ ഒന്നുകൂടെ ഒതുക്കി കൊടുത്ത് കൊണ്ടുവരികയാണ് കണ്ടോ. ചെറുതാക്കി കൊണ്ടുവരിക. എന്നിട്ട് നമ്മളതിനെ വീണ്ടും ഗ്ലൂ കണ്ടുകൊണ്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ആ പെറ്റലിൻ്റെ ആദ്യം ഉണ്ടാക്കിയ ആ സ്റ്റെപ്പിൻ്റെ അകത്തേക്ക് ഇത് വെച്ച് കൊടുക്കും. അപ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പൊക്കെ ആയി വരുന്ന കണ്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി പെറ്റൽസും ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഓരോ ലെയറും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഒരു പ്രത്യേകത മാത്രം, നമ്മൾ ഓരോ ലെയറും ഉള്ളിലേക്ക് ചെയ്യുന്തോറും അത് ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്ന ഇതളുകളെ കൂടുതൽ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാണ് നമ്മൾ ചെയ്തു വരുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ ഒരു മാറ്റവും ഇല്ല. ഇതളുകൾ ഇച്ചിരി കൂടിയാലും ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് ഉടനെ തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും താങ്ക് യു ആൻഡ് ബൈ.